നമസ്കാരം. ചേലക്കരയിൽ വലിയ ഇലക്ഷൻ പോരാട്ടം നടക്കുകയാണ്. ഈ ഉപതെരഞ്ഞെടുപ്പിൽ പോരാടുന്നത് CPM-ന് വേണ്ടി UR പ്രദീപും, കോൺഗ്രസിന് വേണ്ടി രമ്യ ഹരിദാസും, പിന്നെ ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ബാലേട്ടനുമാണ് BJP-ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. എന്നാൽ UR പ്രദീപ് എന്ന് പറയുന്ന CPM സ്ഥാനാർത്ഥി 2016 മുതൽ 2021 വരെ ഇവിടെ MLA ആയിരുന്നു. ആ കാലഘട്ടത്തിൽ നടത്തിയ വലിയ ഒരു അഴിമതിയെക്കുറിച്ചുള്ള കഥയാണ് ഞാൻ പുറത്തു വരുന്നത്. അതായത് UR പ്രദീപ് വലിയ അഴിമതി വീരനാണ്, തട്ടിപ്പ് വീരനാണ് എന്ന് കൃത്യമായി തെളിയിക്കുന്ന രേഖകളടക്കമുള്ള ഒരു സംഭവം. ചേലക്കര ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്നത് അവിടെ നൂറുകണക്കിന് ആളുകൾ വന്നും പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. അവിടെ ഒരു ബസ് വെയിറ്റിംഗ് ഷെഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ 2015 ഇവിടെ ഒരു ബസ് വെയിറ്റിംഗ് ഷെഡ് ഉണ്ടാക്കിയിരുന്നു. എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ 2020 ഇത് പൊളിച്ചു മാറ്റി 25 ലക്ഷം രൂപ മുടക്കി ഒരു പുതിയ ബസ് വെയിറ്റിംഗ് ഷെഡ് ഉണ്ടാക്കി. അതിലൂടെ ഏകദേശം 8 ലക്ഷം രൂപ ഇവിടെ ഇതിനു വേണ്ടി ചിലവാക്കി ഉണ്ടാവും. ബാക്കി 17 ലക്ഷം രൂപ അതിലൂടെ തട്ടിയെടുത്തു. കൂടാതെ പൊളിച്ച് മാറ്റിയ വകയിൽ ഒരു 5 ലക്ഷം, അങ്ങനെ 22 ലക്ഷം രൂപ തട്ടിയെടുത്തിരിക്കുകയാണ്. അതിൻ്റെ തൊട്ടടുത്തുള്ള റോഡാകട്ടെ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുകയാണ്. അങ്ങനെയുള്ള UR പ്രദീപാണ് ഇപ്പോൾ ഇലക്ഷന് മത്സരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ മുഖം പിച്ച് ചീന്തുന്ന ഒരു സംഭവം തന്നെയാണ് ഇതിൻ്റെ പിന്നിൽ നടന്ന അഴിമതി. ഇതിനെക്കുറിച്ച് അവിടെ ചേലക്കര സ്വദേശിയായ അബ്ദുൾ അസീസ് നടത്തിയ പോരാട്ടത്തെക്കുറിച്ചുള്ള ഒരു സ്റ്റോറിയാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് ചേലക്കര അസീസാണ്. അബ്ദുൾ അസീസാണ് എന്നോടൊപ്പം ഉള്ളത്. നമസ്കാരം. നമസ്കാരം സാർ. അതായത് ഞാനിവിടെ വന്ന് അന്വേഷണങ്ങളൊക്കെ പോയപ്പം താങ്കളെക്കുറിച്ചുള്ള വിവരം കിട്ടി. അങ്ങനെയാണ് ഞാൻ ഇവിടെ എത്തിച്ചേർന്നത്. ശരി സാർ. ഇവിടെ ബസ് സ്റ്റാൻഡിൽ ഇപ്പം നമ്മൾ ബസ് സ്റ്റാൻഡ് ഉള്ള ഈ വെയിറ്റിംഗ് ഷെഡിൻ്റെ ചിത്രമാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ടല്ലോ. അപ്പം ഈ വെയിറ്റിംഗ് ഷെഡുമായി ബന്ധപ്പെട്ട് താങ്കൾ ഒരു പരാതി കൊടുത്തതായിരുന്നു. എന്താണ് ആ പരാതി? ഞാൻ 2020 മുന്നേ 130 സ്ക്വയർ മീറ്ററുള്ള ഒരു സ്റ്റാൻഡിങ് ഷെഡും 30 സ്ക്വയർ മീറ്ററിൻ്റെ ഒരു സിറ്റിംഗ് ഷെഡും പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിനകത്ത് കിഴക്ക് വശത്തായിട്ട് തിരുവല്ലാമല ഭാഗത്തേക്ക് പോകുന്ന ബസ്സിൻ്റെ ഭാഗത്തായിട്ട് ഉണ്ടായിരുന്നു. അതിൽ 130 സ്ക്വയർ മീറ്ററിൽ ഇടയ്ക്കിടയ്ക്ക് ഈ പൊതുയോഗങ്ങൾ അതിൽ നടക്കുമായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഇത് 2020 ഇത് രണ്ടും പൊളിച്ച് ഇവർ ഓപ്പൺ എയർ ഓഡിറ്റോറിയം കം വെയിറ്റിംഗ് ഷെഡ് പണിതാണ്. അപ്പോൾ ഞാൻ ഇതിൽ അഴിമതി 25 ലക്ഷത്തിൻ്റെ UR പ്രദീപിൻ്റെ MLA ഫണ്ടും അതിലൊരു 8 ലക്ഷത്തിൻ്റെ വർക്ക് നടത്തി 17 ലക്ഷത്തിൻ്റെ അഴിമതി ആരോപണം, പഴയത് പൊളിച്ച വകയിൽ ഒരു 5 ലക്ഷം, അങ്ങനെ 22 ലക്ഷത്തിൻ്റെ അഴിമതി ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഞാൻ വിജിലൻസിൽ പരാതി ചെയ്തു. അതായത് ഈ പുതിയ വെയിറ്റിംഗ് ഷെഡ് ഉണ്ടാക്കാൻ എത്ര രൂപയാണ് ആയത്? അത് ഒരു 8 ലക്ഷത്തിൻ്റെ താഴെ ആയാലും എൻ്റെ അനുമാനത്തിൽ എൻ്റെ ഒരു കാൽക്കുലേഷനിൽ താങ്കൾ മാത്രമല്ല, താങ്കൾ എനിക്ക് പരിചയമുള്ള ഞാൻ എഞ്ചിനീയർമാരുടെ അടുത്തും അവരുടെ നിന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയതിൽ 8 ലക്ഷത്തിൻ്റെ മുകളിലേക്ക് ആ വർക്ക് നടന്നിട്ടില്ല. ഏത് കൊച്ചുകുട്ടിക്ക് നോക്കിയാൽ അത് മനസ്സിലാവും. അതെ. ഓക്കെ. അപ്പോൾ ഞാൻ ആദ്യമുണ്ടായിരുന്നത് 130 സ്ക്വയർ മീറ്ററിന്റെ സ്റ്റാൻഡിങ്, അതൊരു ജീപ്പ് ഷെഡ് ആയിരുന്നു. അതിനെ പുനരുദ്ധാരണം ചെയ്തിട്ട് 130 സ്ക്വയർ മീറ്ററിന്റെ സ്റ്റാൻഡിങ് ഷെഡ്, 30 സിറ്റിംഗ് എന്ന് പറഞ്ഞാൽ നല്ല ചെയറുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളി സാധനമായിരുന്നു. അത് 2015 അത് പണിതിട്ട് ഉദ്ഘാടനം കഴിഞ്ഞാണ്. അന്ന് UDF-ന്റെ ഭരണസമിതി ആയിരുന്നു. LC തോമസ് അത് ഉദ്ഘാടനം കഴിഞ്ഞു. അത് കഴിഞ്ഞ് 4.5 വർഷം ആയപ്പോൾ ഇലക്ഷൻ വരുന്നതിന് മുന്നേ അവർ ജനുവരിയിലെ പൊളിച്ചളഞ്ഞു. 2020 ജനുവരിയിലെ പൊളിച്ചളഞ്ഞു. സാധനം പൊളിച്ച് ഓപ്പൺ എയർ ഓഡിറ്റോറിയം കം വെയിറ്റിംഗ് ഷെഡ് പണിതു. ഞാനത് കാരണം അത് ഒന്നാമത് പഞ്ചായത്തിൻ്റെ പരമാധികാരത്തിൽ അങ്ങനെ MLA-ക്ക് വന്നിട്ട് അങ്ങനെ ഒരു MLA-യുടെ ഫണ്ട് ഉപയോഗിച്ചിട്ട് വെയിറ്റിംഗ് ഷെഡ് അതിനകത്ത് പണിയാൻ പാടില്ല എന്നുള്ളൊരിതുണ്ട്. കാരണം പഞ്ചായത്തിൻ്റെ പരമാധികാരം വ്യത്യസ്തമാണ്. കാരണം കളക്ടറുടെ പരമാധികാരത്തിന് കുറേ പഞ്ചായത്തിന് എടുത്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഗ്രാമസഭ അംഗീകരിച്ചിട്ട് അങ്ങനെ ഗ്രാമസഭ അംഗീകാരം കിട്ടാതെ ഈ ഇത്തരം പദ്ധതികളൊന്നും നടപ്പാക്കാൻ പറ്റില്ല. ഇത് ഗ്രാമസഭ അംഗീകാരം ഒന്നും ഇല്ലാതെ പഞ്ചായത്തിൻ്റെ ഒരു NOC വാങ്ങിച്ചിട്ടാണ് UR പ്രദീപ് പണിതുകൊണ്ട് നടത്തുന്നത്. ഞാൻ വിവരാവകാശ അപേക്ഷ പ്രകാരം എനിക്ക് പഴയ ഷെഡിൻ്റെ വിവരങ്ങൾ, അതിൻ്റെ അളവുകൾ മാത്രമേ തന്നിട്ടുള്ളൂ. മറ്റേ അതിൻ്റെ പഴയത് പണിത് എത്ര അടങ്കൽ തുകയാണെന്നോ എത്ര അതിൽ ഏത് വർഷം പണിതുള്ളൊന്നും ഈ പഞ്ചായത്ത് വിവരാവകാശം തന്നില്ല. പിന്നെ ബ്ലോക്കിൽ നിന്നാണ് അത് പണിയിപ്പിച്ചത്. അപ്പോൾ ബ്ലോക്കിൽ വിവരാവകാശം വെച്ചപ്പോൾ അതിൽ സ്റ്റേജ് പണിതിട്ടില്ല എന്നുള്ളത് എനിക്കൊരു വിവരാവകാശം തന്നിട്ടുണ്ട്. സ്റ്റേജ് പണിയുന്നില്ല എന്നിട്ട്. പക്ഷേ അതിൽ സ്റ്റേജ് പണിതുണ്ട്. അതിൽ ഫലകത്തിൽ ഓപ്പൺ എയർ ഓഡിറ്റോറിയം എന്നാണ് കാണുന്നത്. പക്ഷേ രേഖകളിൽ ഓപ്പൺ എയർ ഓഡിറ്റോറിയം കം വെയിറ്റിംഗ് ഷെഡാണ്. ഞാനിത് തദ്ദേശ സ്വയംഭരണത്തിൽ പരാതി ചെയ്തു. അത് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് അടക്കം മുതൽ അത് കമ്മീഷണർ അടുത്തൊക്കെ വന്നിട്ട് അവസാനം അത് DDP ഓഫീസിൽ വന്നിട്ട് അവർ അത് ഒരു തീർപ്പ് കൽപ്പിച്ചു.
അത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതി ഞാൻ അഴിമതിയല്ല എൻ്റെ മെയിൻ വിഷയം, പൊതുയോഗം നിരോധിക്കാനാണ്. കാരണം പൊതുയോഗം അല്ല, നമ്മള് അഴിമതിയിൽ തന്നെ കടക്കാം. രണ്ടാമത് ഇപ്പൊ അഴിമതി 25 ലക്ഷം രൂപ ഗവൺമെന്റ് ജനങ്ങളുടെ പൈസയാണല്ലോ. അത് അദ്ദേഹം ദുരുപയോഗം ചെയ്തോ ഇല്ലേ എന്നുള്ളതാണ്. അത് ദുരുപയോഗം ചെയ്ത് പണം തിരിച്ച് പോക്കറ്റിൽ ഇട്ടോ എന്നുള്ളതാണുള്ള ചോദ്യം. അതുമല്ല, പഴയ വെയിറ്റിംഗ് ഷെഡ് പൊളിച്ചു കളഞ്ഞത് അത് പൊതുമുതൽ നശിപ്പിക്കലാണ് ചെയ്തിരിക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ തടവും പിഴയാണ് അതിന് ശിക്ഷ കിട്ടുക. നമ്മൾ കോടതിയെ സമീപിച്ചു കഴിഞ്ഞാൽ പഴയ വെയിറ്റിംഗ് ഷെഡ് പൊതുമുതൽ ഒരു കാരണവുമില്ലാതെ അതിന് പൊളിച്ചു കളയെന്ന് പറഞ്ഞാൽ പൊതുമുതൽ നശിപ്പിക്കുക. നല്ല വെയിറ്റിംഗ് ഷെഡ് ആയിരുന്നു, നല്ല 4.5 വർഷത്തെ പഴക്കേണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഈ പണം തട്ടുന്നതിന് വേണ്ടിയിട്ടാണ് 25 ലക്ഷം യു ടേൺ എടുത്ത് 17 ലക്ഷം കിട്ടുകയും ചെയ്യും. പിന്നെ അവര് വികസനം നടത്തി എന്നുള്ളൊരു പേരിനും, കാരണം വികസനത്തിന്റെ റേഷ്യോ കൂടുന്നതിനനുസരിച്ച് അഴിമതിയുടെ റേഷ്യം കൂടുന്നുണ്ട്. നമ്മൾ ഇന്ന് ബസ് സ്റ്റാൻഡിൽ പോയി നേരിട്ട് കണ്ട രംഗങ്ങളാണ് ഇപ്പോൾ കാണിക്കുന്നത്. അതായത് ഈ ബസ് സ്റ്റാൻഡിനോട് തൊട്ടടുത്തുള്ള റോഡ്, അവിടെ ഒരു ടാർ ഇട്ടിട്ടില്ല, കല്ലുകൾ കൊണ്ട് ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുകയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ മന്ത്രിയായിരുന്ന കെ രാധാകൃഷ്ണൻ മന്ത്രിയായിട്ടുള്ള ഈ ചേലക്കര പഞ്ചായത്തിലെ ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്തുള്ള ഒരു റോഡാണ് ഈ കാണിച്ചു കൊണ്ടിരിക്കുന്നത്. നോക്കി നോക്കൂ, എന്ത് ദുരന്തപൂർണമായ റോഡാണിത്. ഒരു ടാറിട്ടില്ല, കുറേ കല്ലുകൾ ഇങ്ങനെ ഇതായിരിക്കുന്നു, വാഹനം അങ്ങോട്ട് ഓടിക്കാൻ പറ്റില്ല. അവിടെ തൊട്ടടുത്തുള്ള ആളുകൾക്കൊക്കെ ഭയങ്കര വിഷമമാണ് ഇതുകൊണ്ട്. അത്രയും ഒരു തരത്തിലും അറ്റാച്ച് ചെയ്ത റോഡുകൾ ടാർ ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. എന്നാൽ 25 ലക്ഷം രൂപ എഴുതി തള്ളി ഏത് കണ്ണു പെട്ടനെ നോക്കിക്കഴിഞ്ഞാലും മനസ്സിലാവും ഇത് വൻ കൊള്ളയാണ് നടത്തിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇതിൻ്റെ ശിലാഫലകത്തിൽ കൃത്യമായി ഈ കാര്യം കാണിക്കുന്നുണ്ട്. അതായത് വൻ തട്ടിപ്പ് നടത്തിയ 2 തരത്തിലാണ്. മുമ്പ് ഉണ്ടായിരുന്ന വെയിറ്റിംഗ് ഷെഡ് ഇവിടെ വളരെ മനോഹരമായ ആളുകൾക്ക് ഇരിക്കാൻ പറ്റുന്ന, അതേപോലെ 150 സ്ക്വയർ മീറ്ററിൽ എല്ലാ തരത്തിലും സൗകര്യമുണ്ടായിരുന്ന 30 സ്ക്വയർ മീറ്ററിൽ ആളുകൾക്ക് ഇരിക്കാൻ പറ്റുന്ന വെയിറ്റിംഗ് ഷെഡാണ് പൊളിച്ചത്. അതിന് 5 ലക്ഷം രൂപ ആ വകയിൽ അവർക്ക് കിട്ടിയിട്ടുണ്ട്. കൂടാതെ ഇതിന് മാക്സിമം പോയാൽ ഒരു 8 ലക്ഷം രൂപയിൽ അപ്പുറത്തേക്ക് വെയിറ്റിംഗ് ഷെഡ് ഉണ്ടാക്കാൻ ആവശ്യമില്ല എന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. ബാക്കി 17 ലക്ഷം 22.5 ലക്ഷം രൂപയാണ് ഈ UR പ്രദീപും അതേപോലെ ഈ പഞ്ചായത്തും കൂടി തട്ടിയെടുത്തിട്ടുള്ളത് എന്നുള്ള സംഭവമാണ് ഈ ഫസ്റ്റ് വീഡിയോയിൽ കൂടെ ഞാൻ പുറത്തു കൊണ്ടുവരുന്നത്. അതായത് UR പ്രദീപ് ഇവിടെ ഇരുന്നു കൊണ്ട് നടത്തിയിട്ടുള്ള വൻ കൊള്ള, തനിക്ക് കിട്ടിയ MLA ഫണ്ട് ദുരുപയോഗം ചെയ്ത് ശരിക്കും വൻ തട്ടിപ്പാണ് നടത്തിയിട്ടുള്ളതിൻ്റെ വ്യക്തമായ തെളിവാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇതിന് അബ്ദുൾ അസീസ് കൊടുത്ത രേഖകളാണ് വിജിലൻസിന് കൊടുത്ത പരാതിയുണ്ട്. ഞാൻ വിജിലൻസിന് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് രേഖയാണ് ഇപ്പോൾ കാണിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഓഫീസ് ഓഫ് ദ എൻക്വയറി കമ്മീഷൻ ആൻഡ് സ്പെഷ്യൽ ജഡ്ജ്, അത് കോടതിയാണ്, വിജിലൻസ് കോടതിയിൽ. പക്ഷെ എന്റെ CMP 456/2020, പക്ഷെ അത് എനിക്ക് മുന്നോക്കം കൊണ്ടുപോകണമെങ്കിൽ അത് സർക്കാരിന്റെ അപ്രൂവൽ വേണം. PC 17A അമെൻമെന്റ് ആക്ട് പ്രകാരം അഴിമതിക്കെതിരെ പോരാടണമെങ്കിൽ സർക്കാരിന്റെ, ഇപ്പൊ ഈ പഞ്ചായത്തിന് അല്ലെങ്കിൽ അവരൊക്കെ അല്ലെങ്കിൽ പ്രദീപിനെതിരെ എനിക്ക് പോകണമെങ്കിൽ സർക്കാരിന്റെ അനുമതി പത്രം ഇല്ലാതെ എനിക്ക് വിജിലൻസ് കോടതിയിൽ പ്രോസിക്യൂഷൻ ചെയ്യാൻ പറ്റില്ല. അത് അങ്ങനെ ഒരു പോരായ്മയിൽ ഇപ്പോൾ അത് എൻ്റെ പരാതി മുന്നോട്ട് പോകാൻ കിടക്കുകയാണ്. അതുകൂടാതെ ഞാൻ തദ്ദേശ സ്വയംഭരണ പരാതി കൊടുത്തിട്ടുണ്ട്, മനുഷ്യാവകാശ കമ്മീഷന് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. മനുഷ്യാവകാശ കമ്മീഷന് പരാതി അതിപ്പോൾ ട്രിബ്യൂണലിലേക്ക് കൈമാറിയിട്ടുണ്ട്. അപ്പൊ ഞാൻ നിരന്തരം പോരാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഈ പറയുന്ന പ്രദീപ്, UR പ്രദീപ് എന്ന് പറയുന്ന CPMന്റെ കാൻഡിഡേറ്റ് മുമ്പ് അദ്ദേഹം MLA ആയിരിക്കുമ്പോൾ നടത്തിയ വലിയ തട്ടിപ്പാണ് ക്രൈം പുറത്തുവിട്ടിരിക്കുന്നത്. നിങ്ങൾ ചിന്തിക്കുക, ഇങ്ങനെ ഒരാളെ ഇനി CPM അണികൾ വീണ്ടും തിരഞ്ഞെടുക്കണോ വേണ്ടയോ എന്ന് നിങ്ങൾ നിശ്ചയിക്കുക. കാരണം അദ്ദേഹം പുറത്ത് പുഞ്ചിരിച്ച് എല്ലാവരെയും മനം മയക്കുന്ന ഒരാളാണ്, പക്ഷെ അകത്ത് തട്ടിപ്പുകാരനാണ്, കൊള്ളക്കാരനാണ് എന്നുള്ള തെളിയിക്കുന്ന രേഖകളാണ് ഞങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. നന്ദി, നമസ്കാരം. താങ്ക് യു സാർ.